വെൽക്കം. റഹ്മാനാണ്. ബയോഫാർമസ്യൂട്ടിക്സ് ആൻഡ് ഫാർമക്കോകൈനറ്റിക്സ് വീഡിയോ സീരീസിൽ ഈ വീഡിയോ നമ്മൾ പറയാ വൺ കമ്പാർട്ട്മെന്റ് ഓപ്പൺ മോഡൽ, അതിൽ തന്നെ IV ബോളസ് അഡ്മിനിസ്ട്രേഷന്റെ കൈനറ്റിക്സ് ആൻഡ് ഫാർമക്കോകൈനറ്റിക് പാരാമീറ്റേഴ്സ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണ്. സോ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാം. സോ അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ ഒരു സ്കീമാറ്റിക് ആയിട്ട് എങ്ങനെ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് പറയാം. സോ അത് വൺ കമ്പാർട്ട്മെന്റ് ആണ്. സോ വൺ കമ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വൺ കമ്പാർട്ട്മെന്റ്. സോ ഇതാണ് ബോഡി ആസ് എ ഹോൾ വൺ കമ്പാർട്ട്മെന്റ് ആണ്, സിംഗിൾ കമ്പാർട്ട്മെന്റ് ആണ്. ഓപ്പൺ മോഡൽ എന്ന് പറയുമ്പോൾ എലിമിനേഷൻ ഉണ്ട്. K10 നമുക്ക് എഴുതാം, ഓർ എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റ് KE എന്ന് നമുക്ക് എഴുതാം. IV ബോളസ് ആണ് അഡ്മിനിസ്ട്രേഷൻ. IV ബോളസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. IV ബോളസ് എന്ന് പറയുമ്പോൾ നേരിട്ട് ബ്ലഡിനകത്തേക്ക് കൊടുക്കുകയാണ്, ഒറ്റയടിക്ക് ബോളസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. സോ അബ്സോർഷൻ റേറ്റ് കോൺസ്റ്റന്റ് ഉണ്ടോ, KA ഉണ്ടോ, ഇല്ല. നോ അബ്സോർഷൻ റേറ്റ് കോൺസ്റ്റന്റ്. സോ സെക്കൻഡ് പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, വാട്ട് ആർ അവർ അസംഷൻസ്, എന്തൊക്കെയാണ് നമ്മുടെ അസംഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ വൺ, നമ്മുടെ എൻറ്റയർ ബോഡി, നമ്മുടെ ശരീരം മുഴുവൻ ഈസ് കൺസിഡേർഡ് ആസ് എ സിംഗിൾ കമ്പാർട്ട്മെന്റ് എന്നുള്ളതാണ് ഫസ്റ്റ് അസംഷൻ. കൺസിഡേർഡ് ആസ് എ സിംഗിൾ കമ്പാർട്ട്മെന്റ്. ശരീരം മൊത്തം ഒറ്റ ഒരു ഹോമോജീനിയസ് കമ്പാർട്ട്മെന്റ് ആണ് എന്നുള്ളതാണ്. സോ സെക്കൻഡ് അസംഷൻ, ബ്ലഡിൽ എത്ര മരുന്നുണ്ട് അത് തന്നെയാണ് ശരീരത്തിലുള്ള ഡ്രഗ് കോൺസെൻട്രേഷൻ. സോ പ്ലാസ്മ കോൺസെൻട്രേഷൻ, ബ്ലഡിലുള്ളത് പ്ലാസ്മ കോൺസെൻട്രേഷൻ ആണ് ഓഫ് ദ ഡ്രഗ് ഈസ് സെയിം ആസ് ബോഡി കോൺസെൻട്രേഷൻ. അല്ലെ, ശരീരത്തിൽ മൊത്തം അത്രയും ഉണ്ട് എന്നുള്ളതാണ്. പ്ലാസ്മ കോൺസെൻട്രേഷൻ ആണ് നമ്മുടെ റെഫറൻസ്. സോ ഹൈലി പെർഫ്യൂസ്ഡ്, ലോ പെർഫ്യൂസ്ഡ് ആൻഡ് അതർ ടിഷ്യൂസ് എല്ലാം കൺസിഡർഡ് ആസ് ഈക്വൽ ഓർ യൂണിഫോം. അങ്ങനെ സെപ്പറേറ്റ് ഒന്നുമില്ല. ഡിസ്ട്രിബ്യൂഷൻ ഇക്വിലിബ്രിയം ഈസ് ഇൻസ്റ്റന്റേനിയസ്. നമ്മൾ മരുന്ന് കൊടുക്കുന്നു അപ്പൊ തന്നെ. ഡിസ്ട്രിബ്യൂഷൻ ഇക്വിലിബ്രിയം ഈസ് ഇൻസ്റ്റന്റേനിയസ്. മരുന്ന് ബോളസ് ആണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സ്പെല്ലിംഗ് നോക്കണ്ട. ആൻഡ് ഈസ് മെയിൻറ്റെയിൻഡ്, അല്ലെ, കൃത്യമായിട്ട് മെയിൻറ്റെയിൻഡ് അറ്റ് ഓൾ ടൈംസ്. അപ്പോൾ മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ഓപ്പൺ മോഡലാണ്. സോ ഓപ്പൺ മോഡൽ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്തുണ്ട്, നമുക്ക് K എലിമിനേഷൻ ഈസ് എക്സിസ്റ്റിംഗ്. K എലിമിനേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ മോഡൽ എന്ന് പറയാം. ദർ ഈസ് എലിമിനേഷൻ. നാലാമത്തെ ഓർ ഡി എന്ന് പറയുന്നത് എലിമിനേഷൻ ഓൾവേസ് ഫോളോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. എലിമിനേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് എന്നുള്ളതാണ് നമ്മുടെ നാലാമത്തെ അസംഷൻ. മരുന്നിന്റെ കോൺസെൻട്രേഷൻ, സോ ഓൺലി ഡിപ്പെൻഡ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഡ്രഗ്. കോൺസെൻട്രേഷൻ അത് മാത്രമാണ് എലിമിനേഷനെ സ്വാധീനിക്കുന്ന ഏക ഘടകം. സോ ഫസ്റ്റ് ഓർഡർ ഓർ ലീനിയർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ആൻഡ് എലിമിനേഷൻ സോൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഡ്രഗ് ഇൻ പ്ലാസ്മ ഓർ ബോഡി. സോ മോണോ എക്സ്പോണൻഷ്യൽ ആണ്. മോണോ എക്സ്പോണൻഷ്യൽ എന്ന് വെച്ചാൽ ഒറ്റ ഒരു ഫാക്ടർ മാത്രമാണ്, അതുകൊണ്ടാണ് മോണോ എക്സ്പോണൻഷ്യൽ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു. ആൻഡ് അടുത്തത് അഞ്ചാമത്തെ എന്ന് പറയുന്നത് IV ബോളസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. സാധാരണ ഒറ്റയടിക്ക് ഒരു ബോളസ് അഡ്മിനിസ്ട്രേഷൻ എത്ര സെക്കൻഡ് വേണ്ടി, 30 സെക്കൻഡോ ഇല്ലെങ്കിൽ പരമാവധി 1 to 2 minutes ഒക്കെ ഉള്ളൂ, അല്ലേ. അതുകൊണ്ട് ബോഡിയിലേക്ക് അപ്പം തന്നെ ഫുൾ ഡ്രഗ് ബോഡിയിലേക്ക് നേരിട്ട് കുത്തിവെക്കുകയാണ്. അതുകൊണ്ട് അബ്സോർഷൻ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന സംഭവം ഇല്ല എന്നുള്ളതാണ്. സോ KA ഇവിടെ ഇല്ല. സോ നമ്മൾ ഏത് സമയത്ത് ശരീരത്തിലെ ഡ്രഗ് കോൺസെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്താലും ദ റേറ്റ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ദ ഡ്രഗ് ഇൻ ദ ബോഡി അറ്റ് എനി ടൈം, ഏത് സമയത്തായാലും അതിന് നമുക്ക് dx/dt നമുക്ക് എഴുതാം. ഇസിക്കൽ ടു റേറ്റ് ഇൻ, ശരീരത്തിലേക്ക് എത്ര അകത്തേക്ക് വരുന്നു, മൈനസ് റേറ്റ് ഔട്ട് ആണ് എന്ന് നമുക്കറിയാം. സോ എത്ര റേറ്റിൽ കൊടുക്കുന്നു മൈനസ് എത്ര റേറ്റിൽ എലിമിനേറ്റ് ചെയ്യുന്നു, അല്ലെ. സോ ഇവിടെ റേറ്റ് ഇൻ ഈസ് നെഗ്ലിജിബിൾ ആണ്. ഇതുണ്ടോ, ഇതില്ല. കാരണം IV ബോളസ് ആണ്. വിത്തിൻ സെക്കൻഡ്സ് ഒറ്റയടിക്കാൻ കൊടുത്തു കഴിഞ്ഞു, പിന്നെ ഇങ്ങനെ അകത്തേക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നില്ല. സോ ദർ ഈസ് നോ റേറ്റ് ഇൻ ഹിയർ ഇൻ IV ബോളസ്. സോ അപ്പൊ dx/dt ഈസിക്കൽ ടു റേറ്റ് ഔട്ട് മാത്രമാണ് എന്ന് അറിയാം നമുക്ക്. സോ റേറ്റ് എലിമിനേറ്റഡ് ആയിട്ട് പ്രൊപ്പോർഷണൽ ആണ്. സോ കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേറ്റ് ഓഫ് എലിമിനേഷൻ ഓൺലി. സോ റേറ്റ് ഓഫ് എലിമിനേഷൻ ഇപ്പോൾ ഡ്രഗ് കിഡ്നിയിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ വഴി നഷ്ടപ്പെടുന്നു എന്ന് കരുതിയാൽ, ആൻഡ് ദാറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡ്രഗ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ഓൺലി. സോ ഇക്വേഷൻ dx/dt ഈസിക്കൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, dx/dt ഈസിക്കൽ ടു നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം, മൈനസ് KE ഇൻറ്റു x. സോ KE എന്താണ്, KE മീൻസ് എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റ് ആണ്, അല്ലെ. റേറ്റ് ഓഫ് എലിമിനേഷൻ ഓർ എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. X എന്തുവാ, X ഈസ് ദ എമൗണ്ട് ഓഫ് ഡ്രഗ്, ഇപ്പോൾ ശരീരത്തിൽ എത്ര മരുന്നുണ്ട് എന്നുള്ളത്. വാട്ട് ഇസ് ദിസ് മൈനസ് സൈൻ ബിക്കോസ് എലിമിനേഷൻ ആണ്, ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഡിക്രീസ് ഓർ റിഡക്ഷൻ ഇൻ പ്ലാസ്മ കോൺസെൻട്രേഷൻ ആണ്, അതുകൊണ്ടാണ് നമ്മൾ മൈനസ് എന്ന് ചേർത്തത്. സോ നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ലോഗരിതം ആക്കി കഴിഞ്ഞാൽ x ഈസ് ഈക്വൽ ടു ഓഫ് x0 മൈനസ് KE x അല്ലെ, ഇങ്ങനെയാകും. സോ എക്സ് എന്താണ്, വാട്ട് ഈസ് ദിസ് എക്സ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഡ്രഗ് പ്രസന്റ് ഇൻ അവർ ബോഡി അറ്റ് എനി ടൈം. ഇതാണ്
ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുക. ശരീരത്തിൽ ഇപ്പം എത്ര മരുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതാണ് എക്സ് എന്ന് പറയുന്നത്. X0 എന്താണ്? X0 എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ഡ്രഗിന്റെ ഡോസ് അല്ലെ, ദ ഡോസ് ഓഫ് ദ ഡ്രഗ് ഓർ ദ എമൗണ്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്റ്റേർഡ് അറ്റ് 0th ടൈം. ആദ്യമേ കൊടുത്തത് IV ബോളസിനെ പറ്റിയാണ്. അപ്പൊ നമ്മൾ ആദ്യം കൊടുത്ത ഡോസ് എത്രയാണ്, അതാണ് നമ്മുടെ X0 എന്ന് നമ്മൾ പറയുക. സോ ഇനി ഈ ലോഗരിതമിക് ടേമിനെ നമ്മൾ ഒന്ന് എക്സ്പോണൻഷ്യൽ ടേമിലേക്ക് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കിട്ടുന്നത് X is equal to X0 ഈ എലിമിനേഷൻ ആണ് മൈനസ് KET എന്ന് നമുക്ക് കിട്ടും. സോ സമയം കൂടി നമ്മൾ ചേർക്കുകയാണ്. ആൻഡ് ഇതിനെ ഒന്ന് ലോഗ് ആക്കി കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനെ നമുക്ക് വേണ്ടി ലോഗ് ആക്കി കഴിഞ്ഞാൽ log X is equal to log X0 minus K elimination T by 2.303 എന്ന് കിട്ടും. സോ അപ്പോൾ X എന്ന് വെച്ചാൽ മരുന്നിന്റെ അളവാണ് അല്ലെ, മരുന്നിന്റെ അളവ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ഇൻറ്റു വോളിയം VD ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ. മരുന്നിന്റെ അളവ് എന്ന് പറയുമ്പോൾ എന്താണ്? X is equal to C കോൺസെൻട്രേഷൻ ഇൻറ്റു വോളിയം അല്ലെ. ഇവിടെ നമ്മൾ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കൂട്ടി കഴിഞ്ഞാൽ വോളിയം കോൺസെൻട്രേഷൻ ഇൻറ്റു വോളിയം ആണ് ഡ്രഗിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഈ എക്സിന് പകരം C ഇൻറ്റു VD നമ്മൾ ഇവിടെ ചേർക്കാൻ പോവുകയാണ്. സോ ലോഗ് VDC എന്ന് എഴുതുക അല്ലെ. VDC രണ്ട് സെയിം ആണ്, C ഇൻറ്റു VDയും VDCയും സെയിം ആണ്. ഇസിക്കൽ ടു ഇവിടെയും ലോഗ് VD ഇൻറ്റു C0 എന്ന് എഴുതണം. കാരണം ഇവിടെ നമ്മൾ എക്സിന് പകരം C ആണ് എഴുതി, ഇവിടെ ഇനീഷ്യൽ എഴുതേണ്ടി വരും. മൈനസ് ബാക്കിയെല്ലാം സെയിം ആണ്. KET by 2.303 എന്ന് നമുക്ക് കിട്ടും. സോ നമ്മുടെ ഇക്വേഷൻ ഞാൻ പുതിയ പേജ് ആയതുകൊണ്ടൊന്നും കൂടി എഴുതാണ്. ലോഗ് VD ഇൻറ്റു C ഇസിക്കൽ ടു ലോഗ് VD ഇൻറ്റു C0 മൈനസ് K എലിമിനേഷൻ T ഡിവൈഡ് ബൈ 2.303 ആണ് നമ്മുടെ ഇക്വേഷൻ. സോ ലോഗ് XY എന്തുവാ? ലോഗ് XY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് X പ്ലസ് ലോഗ് Y ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ലോഗ് VDC നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലോഗ് VDC നമുക്ക് ലോഗ് VD പ്ലസ് ലോഗ് C എന്ന് എഴുതിക്കൂടെ? ഇസിക്കൽ ടു വീണ്ടും ലോഗ് VD പ്ലസ് ലോഗ് C0 എന്ന് നമുക്ക് എഴുതാം. മൈനസ് ഇവിടെയൊക്കെ സെയിം ആണ് 2.303. ഓക്കെ, രണ്ട് വശത്ത് എന്തുള്ള ലോഗ് VD ഇവിടെ ഉണ്ട്, ലോഗ് VD ഇവിടെ ഉണ്ട്. രണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ ലോഗ് C ഇസിക്കൽ ടു ലോഗ് C0 മൈനസ് KET ഡിവൈഡഡ് ബൈ 2.303 എന്ന് കിട്ടും. സോ വാട്ട് ഈസ് ദിസ്? C ഈസ് ദ പ്ലാസ്മ കോൺസെൻട്രേഷൻ അറ്റ് എനി ടൈം. പ്ലാസ്മ കോൺസെൻട്രേഷൻ അറ്റ് എനി ടൈം ആണ്. C0 എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്, നമ്മൾ ആദ്യം കൊടുത്ത കോൺസെൻട്രേഷൻ ആണ്. T ഈസ് ദ ടൈം ആണ്, ടൈം. ആൻഡ് K ഈസ് ദ എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റ്. സോ ദിസ് ഇക്വേഷൻ log C is equal to log C0 minus KET by 2.303 is the general equation for one compartment open model IV bolus സിംഗിൾ ഡോസ്. സോ നമ്മുടെ ഇക്വേഷൻ വൺ കമ്പാർട്ട്മെന്റ് ഓപ്പൺ മോഡൽ IV ബോളസ് സിംഗിൾ ഡോസ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലോഗ് C മീൻസ് കോൺസെൻട്രേഷൻ അറ്റ് എനി ടൈം ഇസ് ഈക്വൽ ടു ലോഗ് C0 മൈനസ് K എലിമിനേഷൻ ടൈം ഡിവൈഡ് ബൈ 2.303 ആണ്. ഇനി നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. സപ്പോസ് നമ്മൾ കോൺസെൻട്രേഷൻ ഇവിടെയും കോൺസെൻട്രേഷൻ ഇവിടെ X ആക്സിലും ആൻഡ് ടൈം നമ്മൾ ഇവിടെ വെച്ച് പ്ലോട്ട് ചെയ്താൽ X ആക്സിൽ വെച്ച് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഗുലർ പ്ലോട്ട് കിട്ടും. നമുക്ക് ഇങ്ങനെ ഒരു പ്ലോട്ട് ആയിരിക്കും, റെഗുലർ ഓർ കാർട്ടീസിയൻ പ്ലോട്ട് നമുക്ക് വരയ്ക്കാം. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ലോഗ് C അല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു വര കിട്ടിയിട്ട് കാര്യമില്ല. പിന്നീട് സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് വേണം. സോ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് സെമി ലോഗ് പ്ലോട്ട് പേപ്പർ ആണ്. സെമി ലോഗ് ഗ്രാഫാണ് നമ്മൾ ഉപയോഗിക്കുക. സെമി ലോഗിൽ അപ്പോൾ അവിടെ Y ആക്സിൽ ലോഗ് C ആയിരിക്കും നമ്മൾ ഉപയോഗിക്കും. ഇവിടെ സെയിം ടൈം തന്നെ ഉപയോഗിക്കും. സോ Y ആക്സിൽ ലോ കോൺസെൻട്രേഷൻ എടുക്കുന്നു, X ആക്സിൽ ടൈം എടുത്തിട്ട് നമ്മൾ പ്ലാസ്മ കോൺസെൻട്രേഷൻ ഇങ്ങനെ ഒന്ന് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു ഗ്രാഫ്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടും. സോ ദിസ് ദ ലോ കോൺസെൻട്രേഷൻ ആൻഡ് ദിസ് ദ ടൈം. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ പോയിന്റ്, ദിസ് പോയിന്റ് ഇന്റർസെപ്റ്റ് അറ്റ് Y ആക്സിസിലുള്ള ഈ പ്ലോട്ടിന്റെ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് സോ ദാറ്റ് വിൽ ബി C0 ആയിരിക്കും അല്ലെ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വാട്ട് വിൽ ബി ഇറ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് KE by 2.303 ആയിരിക്കും ഇതിന്റെ സ്ലോപ്പ്. ഓക്കെ, സോ സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇഫ് യു നോ ദ സ്ലോപ്പ് ഈസ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു KE by minus 2.303 ആണെങ്കിൽ ഓക്കെ, സ്ലോപ്പ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് KE കണ്ടുപിടിച്ചൂടെ. സോ ഇക്വേഷൻ എന്താണ്? സ്ലോപ്പ് ഇൻറ്റു 2.303 ഇസ് ഈക്വൽ ടു മൈനസ് KE നമുക്ക് കിട്ടും. സോ ഇഫ് യു ഫൈൻഡ് KE കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ KE ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? T half ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ. T halfന്റെ ഇക്വേഷൻ എന്താ? T half ഇസ് ഈക്വൽ ടു 0.693
3/KE എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഇക്വേഷൻ. സോ അപ്പോൾ അതിൽ നിന്ന് ടി ഹാഫ് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ KE ഉണ്ട് നമ്മുടെ കയ്യിൽ, പ്ലസ് ടി ഹാഫും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ എന്ത് കണ്ടുപിടിക്കാം? വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അപ്പാരന്റ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം അല്ലെ. അങ്ങനെയാണ് ഇക്വേഷൻ. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, കോൺസെൻട്രേഷൻ C is equal to X, ഡോസ് ഓഫ് ദ ഡ്രഗ് ഡിവൈഡഡ് ബൈ VD ആണ്, VD അല്ലെ. ഡോസ് ഡിവൈഡഡ് ബൈ വോളിയം is equal to കോൺസെൻട്രേഷൻ, സിമ്പിൾ സാധാരണ നമ്മുടെ ഇക്വേഷൻ ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് VD കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് ഇട്ടാൽ മതി. VD is equal to X by C എന്ന് നമുക്ക് എഴുതാം. IV ബോളസിനെ പറ്റിയാകുമ്പോൾ VD is equal to X0 ആദ്യം കൊടുത്ത കോൺസെൻട്രേഷൻ ബൈ C0 എന്ന് നമുക്ക് എഴുതാം. ബിക്കോസ് ദിസ് ഇസ് IV ബോളസിനെ പറ്റിയാകുമ്പോൾ X0 is the dose of the IV dose and C0 is the initial concentration. ഇനിയും നമുക്ക് പല കാര്യങ്ങൾ കണ്ടുപിടിക്കാം. AUC വെച്ചിട്ട്, AUC നോൺ കമ്പാർട്ട്മെന്റൽ അനാലിസിസ് വെച്ചിട്ടും നമുക്ക് VD നമുക്ക് കണ്ടുപിടിക്കാം. VD is equal to X0 KE divided by AUC എന്ന് പറയുന്ന KE ഇക്വേഷൻ വെച്ചിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് ഇസ് നോൺ കമ്പാർട്ട്മെന്റൽ അനാലിസിസ് ആണ്, ഇത് ഇവിടെ അല്ല. സോ നമുക്ക് KE നമുക്കറിയാം, VD നമുക്കറിയാം. സോ ഇതിൽ നമുക്ക് ക്ലിയറൻസ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എന്താണ് ക്ലിയറൻസ്? ക്ലിയറൻസ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് എലിമിനേഷൻ. റേറ്റ് ഓഫ് എലിമിനേഷൻ നമുക്ക് dV/dt എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ C കോൺസെൻട്രേഷൻ ആണ് നമുക്കറിയാം അല്ലെ. അപ്പോൾ dx/dt ഈസ് ഈക്വൽ ടു KEX എന്ന ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സോ അപ്പോൾ ക്ലിയറൻസ് എന്താ? ക്ലിയറൻസ് ഈസ് ഈക്വൽ ടു K എലിമിനേഷൻ ഇൻറ്റു X/C എന്ന് നമുക്ക് എഴുതാം. വാട്ട് ഈസ് ദിസ് X/C? നമ്മൾ ഇച്ചിരി മുമ്പ് വേറെ സ്ഥലത്ത് കണ്ടു. X/C ഈസ് ഈക്വൽ ടു VD ആണെന്നും നമുക്ക് പറയാം. സോ അപ്പോൾ ക്ലിയറൻസ് ഈസ് ഈക്വൽ ടു KE ഇൻറ്റു VD അല്ലേ. സോ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇക്വേഷൻ മാറ്റി എഴുതുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ കിട്ടുക. സോ ക്ലിയറൻസ് ഈസ് ഈക്വൽ ടു KE ഇൻറ്റു VD ആണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇനി KE എന്തുവാ? KE ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ T ഹാഫ് ആണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ടോട്ടൽ ക്ലിയറൻസ് ഈസ് ഈക്വൽ ടു KEക്ക് പകരം നമുക്ക് എന്തെഴുതാം? ഈ KEക്ക് പകരം ഇത് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ പോരെ. 0.693 ഡിവൈഡഡ് ബൈ T ഹാഫ് ഇൻറ്റു VD എന്നും ചേർത്ത് എഴുതാം. സോ പിന്നെ റീനൽ ക്ലിയറൻസ് ആണെങ്കിൽ ക്ലിയറൻസ് ഇപ്പോൾ ഒരുപാടുണ്ടല്ലേ. കിഡ്നി ക്ലിയറൻസ് ഉണ്ട്, ഹെപ്പാറ്റിക് ക്ലിയറൻസ് ഉണ്ട്, മറ്റ് ടിഷ്യൂ ക്ലിയറൻസ് ഉണ്ട്, ടോട്ടൽ ബോഡി ക്ലിയറൻസ്. ടോട്ടൽ ക്ലിയറൻസ് മീൻസ് റീനൽ പ്ലസ് ഹെപ്പാറ്റിക് എല്ലാം കൂടി ചേർത്ത് എഴുതാം. തൽക്കാലം നമുക്ക് ക്ലിയറൻസ് റീനൽ ആണെങ്കിൽ അപ്പോൾ KE VD അല്ലെ, K എലിമിനേഷൻ ആണ്. ക്ലിയറൻസ് ഹെപ്പാറ്റിക് ആണെങ്കിലോ, KM എന്നുള്ളതായിരിക്കും നമ്മൾ ഉപയോഗിക്കുക, KM ഇൻറ്റു VD, ബിക്കോസ് മെറ്റബോളിസം ആണ് അവിടെ നടക്കുക. സോ എല്ലാ ക്ലിയറൻസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ടോട്ടൽ ക്ലിയറൻസ് ആണ് നമുക്ക് കിട്ടും. സോ ടോട്ടൽ ക്ലിയറൻസ് മൈനസ് റീനൽ ക്ലിയറൻസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു വഴികളിലൂടെയുള്ള ക്ലിയറൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. സോ ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ ഓർഗൻ അല്ലെങ്കിൽ മൊത്തം ടോട്ടൽ ശരീരം മൊത്തം ക്ലിയറൻസ്, അതിനാണ് നമ്മൾ ക്ലിയറൻസ് T എന്ന് എഴുതുന്ന ടോട്ടൽ ക്ലിയറൻസ്. സോ നമ്മൾ പറഞ്ഞത് സിംഗിൾ ഓർ വൺ കമ്പാർട്ട്മെന്റ് ഓപ്പൺ മോഡൽ IV ബോളസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫാർമക്കോകൈനറ്റിക് പാരാമീറ്റേഴ്സ് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സോ നമ്മൾ AE കണ്ടുപിടിച്ചു, VD കണ്ടുപിടിച്ചു, T ഹാഫ് കണ്ടുപിടിച്ചു, ക്ലിയറൻസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.